സംസ്ഥാനത്ത് താപനില ഉയരുകയാണ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരാമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിനിടെ വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിൽ എത്തി. ഇന്നലെ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 6012 മെഗാവാട്ട് പിന്നിട്ടു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിൽ എത്തിയെങ്കിലും പവർ കട്ട് ഏർപ്പെടുത്തില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസും കോട്ടയത്ത് 38 ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കും. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തലസ്ഥാന നഗരിയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയാകും ചൂട്. AC അടക്കമുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതോടെ കേരളത്തിന്റെ വൈദ്യുതി ശൃംഖലയും കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇന്നലെ വൈകുന്നേരം വൈദ്യുതി ആവശ്യകത സർവ്വകാല റെക്കോർഡായ 6012 മെഗാവാട്ട് പിന്നിട്ടു. പ്രതിദിന ഉപഭോഗം 112.52 ദശലക്ഷം യൂണിറ്റായി ഉയർന്നു. ആഭ്യന്തര ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കാനും കുറവുള്ള വൈദ്യുതി കേന്ദ്ര ഗ്രിഡിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പണം നൽകി വാങ്ങാനുമാണ് സർക്കാർ തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഏർപ്പെടുത്തില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഇപ്പോൾ തൽക്കാലം നമ്മളതിനെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട്. നാളെ അതിൻ്റെ അവലോകനമുണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. സ്ഥിതി വിലയിരുത്താൻ KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം നാളെ ചേരും. വരും ദിവസങ്ങളിലെ ലഭ്യതയും വിതരണവും യോഗത്തിൽ ചർച്ചയാകും. വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ ജനങ്ങൾ സഹകരിക്കണമെന്നും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 വരെയുള്ള പീക്ക് സമയങ്ങളിൽ അധിക വൈദ്യുതി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും KSEB അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിർജ്ജലീകരണവും സൂര്യാഘാതവും ഉണ്ടാകാനുള്ള സാധ്യത കടുത്തതോടെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. അൾട്രാ വയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് അപകടമായതിനാൽ പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, മത്സ്യത്തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ എന്നിവർ പ്രത്യേക ജാഗ്രത പുലർത്തണം. പുറത്തിറങ്ങുമ്പോൾ കുട, തൊപ്പി, സൺഗ്ലാസ് എന്നിവ ശീലമാക്കണം. ചൂട് കൂടുന്നതോടെ തീപിടുത്ത സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. മാർക്കറ്റുകൾ, മാലിന്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഫയർ ഓഡിറ്റ് കർശനമാക്കും. വനമേഖലകളിൽ കാട്ടുതീ പടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മനുഷ്യരെ പോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും തണലും ജലലഭ്യതയും ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.